My dear friends, warm welcome to my English class. Today, I want to teach you, or I want to start the lesson Project Tiger, written by Satyajit Rai. Project Tiger. Let's go to the passage meaning first. അതിൻ്റെ കൂടെ സൈഡ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്പെഷ്യൽ ഫയലായിട്ട് ഇടുന്നുണ്ട്. അത് യൂട്യൂബിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ നോക്കിയാൽ കാണും. So first of all, we try to understand promptly what the passage means. No one can beat Hollywood when it comes to making films with animals in them. No one can beat, no one can compete, no one can defeat. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഹോളിവുഡിനെ ആർക്കും പരാജയപ്പെടുത്താനാവില്ല, അല്ലെങ്കിൽ ഹോളിവുഡിനോടൊപ്പം നിൽക്കാനാവില്ല. നോ വൺ, ഒരാൾക്കും. വെൻ ഇറ്റ് കംസ് ടു മേക്കിംഗ് ഫിലിംസ് ഉണ്ടാക്കുന്ന കാര്യം വരുമ്പോൾ എങ്ങനത്തത്? വിത്ത് ആനിമൽസ് ഇൻ ദം, അവയിൽ മൃഗങ്ങളുള്ള, ആ മൃഗങ്ങളോട് കൂടിയുള്ള ചലച്ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ നോ വൺ can or no one could beat. ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല, കഴിയുകയില്ല. I remember I means Satyajit Rai here. അദ്ദേഹത്തിൻ്റെ ഒരു മെമ്മർ ആണല്ലോ. അപ്പോൾ I എന്ന് വരുന്നിടത്തൊക്കെ നിങ്ങൾ എന്ത് മനസ്സിലാക്കുക? The author remembers films in his childhood. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തുള്ള ചില സിനിമകൾ അദ്ദേഹം ഓർക്കുകയാണ്. And there were quite a few of them. കുറച്ചെണ്ണം മാത്രമേ ഉള്ളൂ. quite few of them that had എന്താണ് in some films that had an Alsatian called Rin Tin Tin. Rin Tin Tin എന്ന് വിളിക്കുന്ന ഒരു അൽസേഷ്യൻ ഡോഗ് ഉണ്ടായിരുന്ന ഒരു ഫിലിം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ആദ്യം വരുന്നു. നമുക്ക് നോക്കാം ആരാണ് ഈ അൽസേഷ്യൻ. This is Rin Tin Tin, a famous Hollywood Alsatian. ഇതിനൊരു ഇമേജ് ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, റിൻ ടിൻ ടിൻ അഭിനയിച്ച ഒരു ചിത്രമാണ് അദ്ദേഹത്തിന് മനസ്സിൽ ആദ്യം വരുന്നത്. ഇൻ ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ എ ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ആക്ടിങ്ങിനേക്കാൾ ഇംപ്രസീവാണ്. വി ഫീൽ ഇംപ്രഷൻ, നമുക്കൊരു ഇംപ്രഷൻ, മതിപ്പ് അല്ലെങ്കിൽ ആകർഷകത്വം തോന്നും. മോർ ഇംപ്രസീവാണ്. മനുഷ്യൻ അഭിനയിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഈ റിൻ ടിൻ ടിൻ എന്ന് പറയുന്ന അൽസേഷ്യൻ അഭിനയിക്കുമായിരുന്നു. ലേറ്റർ പിന്നീട് വി ഗോട്ട് ടു സീ 3 or 4 other films. പിന്നെ ആദ്യം ഒന്ന് കിട്ടി, പിന്നെ 3-4 ചിത്രങ്ങൾ കണ്ടു. വിത്ത് എ കോളി കോൾഡ് ലാസി എന്ന് പറയുന്ന ഒരു കോളി എന്ന് പറയുന്നത് ഒരു ഈ ഡോഗ്സിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു വർഗം ഡോഗ്സ് ആണ് കോളി പറയുന്നത്. ആ കോളി വർഗത്തിൽപ്പെട്ട ലാസി എന്ന് പറയുന്ന ഒരു ഡോഗിൻ്റെ അഭിനയം കാണുവാറായി. സോ ലെറ്റ്സ് സീ ആരാണിൽ come to this. Lassie. This is Lassie the dog. Okay, right. അപ്പോൾ ലാസിയുള്ള ചില പടങ്ങളും കാണാറായി. ഇറ്റ് സീംഡ് ദാറ്റ്, ഈ പടങ്ങൾക്ക് എന്തായിരുന്നു പ്രത്യേകത? ഇറ്റ് സീംഡ് ദാറ്റ് ദ ഡയറക്ടർ കുഡ് മേക്ക് ലാസി ഡു ജസ്റ്റ് അബൌട്ട് എനിത്തിങ്. എന്തും ചെയ്യിക്കാൻ കഴിയുമായിരുന്നു ആർക്ക്? ഡയറക്ടർക്ക്. സോ സച്ച് എ ഗുഡ് ആക്ടർ വാസ് ദ ഡോഗ് ലാസി. These trained dogs were famous stars in their own rights. നോക്കൂ, ഈ trained dogs were famous stars. These trained dogs were very famous stars in their own rights. അങ്ങനെ പറഞ്ഞാൽ എന്താ അർത്ഥം? their own rights എന്ന് പറഞ്ഞാൽ their own capability, സ്വന്തം കഴിവുകൊണ്ട്, their own ability, they were very famous stars. മറ്റാരും അവരെ ഫേമസ് ആക്കിയല്ല, അവരുടെ കഴിവുകൊണ്ടാണ്. ആൻഡ് ദ മണി ദ ഏൺഡ്, അവർ സമ്പാദിച്ച പണം ഉണ്ടല്ലോ ആക്ട് ചെയ്തിട്ട്, നോ ലെസ് ദാൻ, ഒട്ടും കുറവായിരുന്നില്ല ഇതിനേക്കാൾ what a real film star got.
ശരിക്കുള്ള ഫിലിം സ്റ്റാറിന് കിട്ടിയതിനേക്കാളും ഒട്ടും കുറവായിരുന്നില്ല അവർക്ക് കിട്ടിയിരുന്നത്. The owners, ഈ ഡോഗ്സിൻ്റെ ഓണേഴ്സ് could easily make as much as 100,000 rupees from just one film. ഒരു ഫിലിം തന്നെ they had got as much as 100,000 rupees. 100,000 രൂപ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സോ ദറ്റ് മീൻസ് ലാക്സ് ഓഫ്, ലക്ഷക്കണക്കിന് രൂപ ഇങ്ങനെ ഒരു ഫിലിം തന്നെ ഇതിൻ്റെ ഓണേഴ്സിന് കിട്ടിയിരുന്നു. ഡോഗ് ഓണേഴ്സ് ഗോട്ട് ഇറ്റ്. ഓക്കെ, റൈറ്റ്. Go to the second passage. I realized how reverently these animal actors were treated when I happened to see the shooting of a film 20 years ago in Disney studio in Hollywood. I realized, എനിക്ക് മനസ്സിലായി, അബോധ്യപ്പെട്ടു, how reverently, എത്രമാത്രം ബഹുമാനത്തോടെയാണ്, reverently with respect, respectfully, these animal actors were treated, ട്രീറ്റ് ചെയ്യപ്പെടുന്നു. How did they consider, അവ എങ്ങനെ കൺസിഡർ ചെയ്യപ്പെട്ടു? When, എപ്പോഴെന്നറിയോ, I happened to see, ഞാൻ കാണാനിടയായി, happened to see the shooting of a film 20 years ago, 20 വർഷങ്ങൾക്ക് മുമ്പ്. ഇത് മെമ്മോയർ എഴുതുന്നതിൻ്റെ 20 വർഷങ്ങൾക്ക് മുമ്പ്. എവിടെ നിന്നാണത്? ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഹോളിവുഡ്. ഹോളിവുഡിലെ ഫേമസ് ആയിട്ടുള്ള ഡിസ്നി സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നത്, ഈ കാഴ്ച നേരിട്ട് കാണുന്നത്. ഓക്കെ, എന്താണ് അനുഭവം നോക്കാം. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഒരു വലിയൊരു ഡോഗാണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടർ. ഒരു ഷൂട്ടിംഗ് കാണാൻ പോയിരിക്കുകയാണ് അദ്ദേഹം. I reached the studio to find that the shooting hadn't yet started. I reached the studio to find that, നോക്കൂ, he reached the studio where the shooting hadn't yet started. അപ്പോഴും ഷൂട്ടിംഗ് തുടങ്ങിയിട്ടില്ല. ഓക്കെ, റൈറ്റ്. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ലൊക്കേഷനിൽ എത്തിയെന്നർത്ഥം. സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ്. ആൻഡ് ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. ക്യാമറാമാൻ ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് കസ്റ്റമറി മീൻസ് ഇറ്റ് ഈസ് കോമൺ, പതിവുള്ളത് എന്നർത്ഥം, സാധാരണ പതിവുള്ളത്. ഇറ്റ് ഈസ് കോമൺ ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ്. എന്താണ്? ആക്ടേഴ്സ് പ്രസൻറ്റ് ആകുമ്പോഴേക്കും ലൈറ്റ്സ് എല്ലാം റെഡിയാക്കണം. ദ ലൈറ്റ്സ് ആർ അറേഞ്ച്, ലൈറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്യണം. ഫോർ ദ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ. അത് എന്തിനാണെന്ന് വെച്ചാൽ, സി ദ ക്യാമറാമാൻ have to show them how they'll walk, അവരെങ്ങനെ വാക്ക് ചെയ്യണം, ആൻഡ് where they will stand, അവരെവിടെ നിൽക്കണം, ആൻഡ് in a particular shot, ഒരു പ്രത്യേക സീനിൽ, ഷോട്ടിൽ, ഫിലിം ഷോട്ടിൽ എവിടെയാണ് അവർ നിൽക്കേണ്ടത്, എങ്ങനെ അവർ നടക്കണം, how they should move, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്യാമറാമാൻ അവരോട് പറഞ്ഞു കൊടുക്കണം. എന്നാലേ ക്യാമറയുടെ ഫുൾ റേഞ്ചിൽ അവരെ കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ഇത് ക്യാമറയുടെ ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സത്യജിത് റായ് എവിടെ എത്തി? ഡിസ്നിയിലെ ഹോളിവുഡിലെ ഡിസ്നി സ്റ്റുഡിയോയിലെത്തി. ഇൻ ദ കേസ് ഓഫ് വെരി ഫേമസ് സ്റ്റാർസ്, വളരെ പ്രഗത്ഭരായുള്ള സ്റ്റാർസ് ആണെന്നിരിക്കട്ടെ, അവരുടെ കാര്യത്തിൽ, ഇൻ ദ കേസ് അവരുടെ കാര്യത്തിൽ, ദിസ് ജോബ് ഈസ് ഡൺ ബൈ ദ സ്റ്റാൻഡിൻസ്. ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റിൻ്റെ സ്ഥാനത്ത് അവരെങ്ങോട്ട് നീങ്ങണം, അവരെവിടെ നിൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഈ പണി ആരാണ് ചെയ്യുന്നത്? ദ സ്റ്റാൻഡിൻസ്. അവരുടെ സ്റ്റാൻഡിൻസ് പകരക്കാരാണ്. നമ്മൾ ഡ്യൂപ്സ് എന്ന് പറയും. ഡ്യൂപ്പുകളാണ് ചെയ്യുക. എ സ്റ്റാൻഡിൻ ഈസ്, ആരാണ് ഒരു ഡ്യൂപ്പ് എന്ന് പറയുന്നത്? Who is he or she? A stand-in is usually a person who is physically similar to the real star. റിയൽ സ്റ്റാറിനോട് ഫിസിക്കലി, ശാരീരികമായിട്ട് എന്തായിരിക്കണം? സിമിലർ ആയിരിക്കണം, സാദൃശ്യമുള്ള ആളായിരിക്കണം. മമ്മൂട്ടിയുടെ സ്റ്റാൻഡിൻ എന്ന് പറയുമ്പോൾ മമ്മൂട്ടിയോട് രൂപസാദൃശ്യമുള്ള ആളായിരിക്കണം. മോഹൻലാലിൻ്റെ സ്റ്റാൻഡിൻ ഡ്യൂപ്പ് എന്ന് പറയുന്നത് മോഹൻലാലിനോട് ശാരീരികമായിട്ട് എന്തായിരിക്കണം? സാദൃശ്യം ഉണ്ടായിരിക്കണം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഇത് ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ്. ദ സ്റ്റാർസ് ദംസെൽസ് അറൈവ് ഓൺലി. സ്റ്റാർസ് എപ്പോൾ മാത്രമേ വരുള്ളൂ? ഓൺലി വെൻ, അപ്പോൾ മാത്രമേ വരുള്ളൂ. എപ്പോൾ മാത്രം? ദി ലൈറ്റ്സ് ആർ റെഡി.
ലൈറ്റ്സ് റെഡി ആകുമ്പോൾ മാത്രമേ സ്റ്റാർസ് എത്തുകയുള്ളൂ, സാക്ഷാൽ ഫിലിം സ്റ്റാർസ് എത്തുകയുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ടൈം ടു ടേക്ക് എ ഷോട്ട്. അപ്പോഴത്തേക്ക് ഷോട്ട് എടുക്കാനുള്ള സമയം ആവുകയും ചെയ്യും. ഓക്കെ, ഇതാണ് യൂഷ്വൽ വേ. സോ ഇവിടെ എന്ത് സംഭവിച്ചു നോക്കാം. ഹിയർ ഇൻ ഡിസ്നി സ്റ്റുഡിയോ ഐ നോട്ടീസ്ഡ്, എന്താണ് അദ്ദേഹം ശ്രദ്ധിച്ചത്? എ ഫ്യൂ ആക്ടേഴ്സ് ആർ മൂവിങ് അബൌട്ട് ഇൻ ദ സെറ്റ്. ചിലരൊക്കെ സെറ്റിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഓൺ വൺ സൈഡ്, ഒരു ഭാഗത്ത് സ്റ്റാൻഡിങ് ക്വയറ്റ്ലി വാസ് ദ പ്രൊട്ടഗോണിസ്റ്റ്. ഒരു ഭാഗത്ത് പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദ മെയിൻ ക്യാരക്ടർ, മുഖ്യ കഥാപാത്രം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഹൂസ് ദാറ്റ്? ദ സെയിം ലാർജ് ഡോഗ്, ആ ഒരു വലിയ നായ. ആൻഡ് ദ ക്യാമറാമാൻ ഷൗട്ടഡ് ടു എവരിവൺ. ക്യാമറാമാൻ എല്ലാവരോടും ഉറക്കെ വിളിച്ച് പറയേണ്ടത് എന്താണ്? ടു ടേക്ക് ദ പൊസിഷൻസ്. എല്ലാവരും അവരുടെ സ്ഥാനത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ക്യാമറാമാൻ സജസ്റ്റ് ചെയ്യുന്നു. ബട്ട് ദ ഡോഗ് റിമെയിൻഡ് വേർ ഇറ്റ് വാസ്. പക്ഷെ ഇതൊന്നും ഈ നായയ്ക്ക് ബാധകമല്ല. ഇറ്റ് റിമെയിൻ എന്ന് പറഞ്ഞാൽ അത് നിലയുറപ്പിച്ചു. ഇവിടെ വേർ ഇറ്റ് വാസ്, ആദ്യം നിന്നടുത്ത് തന്നെ നിലയുറപ്പിച്ചു. ദിസ് പസിൽഡ് മീ, ഇത് എന്നെ അത്ഭുത സ്തബ്ധനാക്കി, അല്ലെങ്കിൽ അല്പം അമ്പരപ്പിച്ചു. പസിൽഡ് മീ. Could it be that it was not required in the next shot? ഒരു പക്ഷേ നെക്സ്റ്റ് ഷോട്ടിൽ അതിൻ്റെ ആവശ്യം വരില്ലേ? ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ്. റിക്വയർ ചെയ്യാന്ന് പറഞ്ഞാൽ ആവശ്യമായിട്ട് വരിക, ആവശ്യമാകപ്പെടുന്നില്ലേ എന്ന് തോന്നിപ്പോയി. ബിഫോർ ഐ കുഡ് ആസ്ക് സം വൺ, ഈ സംശയം ആരോടും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ വാട്ട് ഹാപ്പൻഡ്? എ സ്ട്രേഞ്ച് തിങ് ഹാപ്പൻഡ്. വിചിത്രമായ ഒരു കാര്യം സംഭവിച്ചു. വാട്ട് ഈസ് ദാറ്റ്? ഫ്രം നോവർ അപ്പിയർഡ് എ ലിറ്റിൽ ഡ്വാർഫ്. ഫ്രം നോവർ, എവിടെ നിന്നെന്ന് അറിയില്ല, എവിടെ നിന്ന് എന്ന് അറിയാതെ, അതിനാണ് നോവർ. എവിടെ നിന്നറിയാതെ അപ്പിയർഡ്, എവിടെ നിന്നറിയാതെ പെട്ടെന്ന് ഒരാൾ പ്രത്യക്ഷപ്പെട്ടു. ആരാ? എ ലിറ്റിൽ ഡ്വാർഫ്. ഗുഡ്. ഫോളോഡ് ബൈ അനദർ മാൻ. ഇയാളുടെ കൂടെ മറ്റൊരാളുണ്ട്. യെസ്, മറ്റൊരാൾ എന്ത് ചെയ്യുന്നു? സോ ഫോളോഡ് ബൈ, ഇയാളുടെ പുറകിൽ ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ട്. അനദർ മാൻ ക്യാരിങ് എ ഹെയറി ഡോഗ് സ്കിൻ. ഒരു നായയുടെ, നമ്മൾ പുലിത്തോൽ എന്നൊക്കെ പറയുന്നത് നായത്തോല്, ഹെയറി എന്താ? നായയുടേതായിട്ടുള്ള ഒരു കുപ്പായം, അല്ലെങ്കിൽ നായയുടേത് പോലെയുള്ള ഒരു നായത്തോല് കൊണ്ടുള്ള ഒരു ഉടുപ്പുമായി ഒരാൾ വയ്യാലെ വരുന്നു. ഓക്കെ, എ ഹെയറി ഡോഗ് സ്കിൻ. ഹെയറി എന്ന് പറഞ്ഞാൽ എന്താ? രോമാവൃതമായിട്ടുള്ള. ഡോഗ് സ്കിൻ എന്ന് പറഞ്ഞാൽ നായത്തോലുമായിട്ട്, നമ്മൾ പുലിത്തോല് പറയാറില്ലേ, പുലിത്തോല് പോലെ നായത്തോലുമായിട്ട് ഒരാൾ വരുന്നു. ദെൻ ടു മൈ പെർഫെക്റ്റ് അമേസ്മെൻറ്റ്, പിന്നെ എന്നെ അത്ഭുത സ്തബ്ധനാക്കിയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അങ്ങേയറ്റത്തെ അത്ഭുതത്തിന് അതിരില്ലാത്ത വിധം. ടു മൈ പെർഫെക്റ്റ് അമേസ്മെൻറ്റ് ദ ഡ്വാർഫ് വെൻ ഡൗൺ ഓൺ ഓൾ ദ ഫോഴ്സ്. ഈ കുള്ളൻ 4 ഭാഗത്തും ചെന്നു, നടന്നു. ഓൺ എ ചോക്ക് മാർക്ക് ഓൺ ദ ഫ്ലോർ. ഫ്ലോറിൽ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തിരുന്നു. ഈവൻ എവിടേക്കെല്ലാം പോകണമെന്ന് ഈ ഡ്വാർഫ് അതിലെല്ലാം നടന്നു. ജസ്റ്റ് ലൈക്ക് എൻ ആനിമൽ, ഒരു മൃഗത്തിൻ്റെ മാതിരിയാണ് നടന്നത് എന്ന് പറഞ്ഞാൽ 4 കാലിൽ. ആൻഡ് ദ ഡാർക്ക് സ്കിൻ വാസ് ഡ്രേപ്ഡ് ഓവർ ഹിം. ഡാർക്ക് സ്കിന് വാസ് ഡ്രേപ്ഡ്. ഡ്രേപ്ഡ് മീൻസ് കവേർഡ്, ഇവിടെ അർത്ഥം ഡ്രസ്ഡ്. ഓക്കെ, ഡ്രേപ്ഡ് ഓവർ ഹിം. അപ്പോൾ എന്താണ്? ഈ കുള്ളനെ പുറകിലുള്ള ആൾ നായത്തോലുമായിട്ട് നടന്നിരുന്നല്ലോ. അപ്പോൾ കുള്ളൻ ഈ ക്യാമറയിൽ നടക്കേണ്ട ഭാഗത്ത് കുള്ളൻ എന്ത് ചെയ്യുകയാണ്? ഈ നായത്തോലും ധരിച്ച് 4 ഭാഗവും നടന്നു. യെസ്. ദെൻ ഹി ക്രോൾഡ്. ക്രോൾ ചെയ്തു. എന്താണ് ക്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ? ക്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഇഴയാന്നാണ് അർത്ഥം. ഇവിടെ 4 കാലിൽ നടക്കുക. ഫ്രം വൺ മാർക്ക് ടു അനദർ. ഒരു മാർക്കിൻ്റെ അടുത്തുനിന്ന് മറ്റൊരു മാർക്കിലേക്ക് അതിങ്ങനെ എന്തുമായിട്ട്? നായത്തോലും ധരിച്ച് നടന്നു. ആൻഡ് ദ ക്യാമറാമാൻ ഗോട്ട് ബിസി വിത്ത് ദ ലൈറ്റ്സ്. ആ സമയത്ത് ക്യാമറാമാൻ എന്ത് ചെയ്തു? അതിനനുസൃതമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ചെയ്തു. ഇറ്റ് ഫൈനലി ഡോൺഡ് അപ്പോൺ മീ. അപ്പോഴാണ് അവസാനം ഡോൺഡ് അപ്പോൺ മീ, എന്താ? എന്നിൽ ഉദയം ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായി. ദാറ്റ് ദിസ് ഡ്വാർഫ് വാസ് പെയ്ഡ്. ഈ ഡ്വാർഫിന് വെറുതെ അല്ല,
dwarf was paid. ഈ ഡ്വാർഫിന് പണം നൽകപ്പെട്ടിട്ടുണ്ട് to be the dog stand-in. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഈ ഡ്വാർഫ് ആരായിരുന്നു? ഡോഗിൻ്റെ സ്റ്റാൻഡിനായിരുന്നു. ആൻഡ് ഹു വാസ് ദ ഡോഗ്? the large dog was the protagonist. അതാണ് മുഖ്യ അഭിനേതാവ്. അത് അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. നമുക്കായാലും അത്ഭുതം തോന്നും. അപ്പോൾ മനുഷ്യരെക്കാളും പ്രാധാന്യം മൃഗങ്ങൾക്ക് ചില സിനിമകളിൽ അമേരിക്കയിൽ ഹോളിവുഡിൽ കൊടുത്തിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് പറയുന്നത്. Every animal in a Hollywood film is well trained. ഹോളിവുഡ് ഫിലിമിലെ എല്ലാ മൃഗങ്ങളും, ഓരോ മൃഗവും വെൽ ട്രെയിൻഡ് ആണ്, നല്ല പോലെ പരിശീലനം സിദ്ധിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് നോട്ട് ഡിഫിക്കൽട്ട് ടു ട്രെയിൻ എ ഹോഴ്സ് ഓർ എ ഡോഗ്. ഒരു ഡോഗിനെയോ ഹോഴ്സിനെയോ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എ ഡിഫിക്കൽട്ട് ജോബ്. ബട്ട് എന്നാൽ ഹാവ് യു എവർ ഹേർഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്? എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഹാവ് യു എവർ ഹേർഡ് ഓഫ് ഹേർഡ്? ഹിയർ ഹേർഡ്, ഹാവ് ഹേർഡ് കേട്ടിട്ടുണ്ടോ? ട്രെയിൻഡ് റേവൻസ്. എന്താ? പരിശീലനം സിദ്ധിച്ചിട്ടുള്ള റേവൻസ് എന്ന് പറയുന്ന അമേരിക്കൻ പക്ഷികളെ കുറിച്ചിട്ട്. റേവൻ. See this. നമ്മുടെ നാട്ടിലെ കാക്ക തന്നെയാണത്. കാക്കയെ പോലുള്ള വലിയ പക്ഷി. ഓക്കെ, ദിസ് ഈസ് എ റേവൻ. അപ്പോൾ ഇത്തരം പക്ഷികളെ, പരിശീലനം സിദ്ധിച്ച പക്ഷികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നോട്ട് ജസ്റ്റ് 1 or 2, 1 2 അല്ല, ബട്ട് നിയർലി 100 of them. 100 കണക്കിനുണ്ട്. 100 കണക്കിന് റേവൻസിനെ പരിശീലിപ്പിക്കുക. ഈവൻ ദിസ് വാസ് മെയ്ഡ് പോസിബിൾ ഇൻ ഹോളിവുഡ്. ഇതും സാധ്യമായിരുന്നു അത്രേ ഹോളിവുഡിൽ. എപ്പോഴാണെന്നറിയോ? വെൻ ദ ക്രിയേറ്റർ ഓഫ് സം ഓഫ് ദ ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് സിനിമ, ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഡിസൈഡഡ് ടു മേക്ക് എ ഫിലിം കോൾഡ് ബേർഡ്സ്. ഇത് എപ്പോഴാണ് സാധ്യമായത്? It was made possible in Hollywood when the creator of some of the best suspense films in the history of cinema. സിനിമാ ചരിത്രത്തിൽ ആകെ എടുത്താൽ ബെസ്റ്റ് സസ്പെൻസ് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബെസ്റ്റ് ക്രിയേറ്റർ, ദ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ്, സസ്പെൻസ് ഫിലിംസിൻ്റെ ബെസ്റ്റായിട്ടുള്ള സസ്പെൻസ് ഫിലിംസിൻ്റെ ക്രിയേറ്റർ ആയിട്ടുള്ള ആൽഫ്രഡ് ഹിച്ച്കോക്ക്. അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. എന്ത്? ആൽഫ്രഡ് ഹിച്ച്കോക്ക്. യെസ്, വാട്ട് ഡിഡ് ദിസ് മാൻ ഡു? ഡിസൈഡ് ടു മേക്ക് എ ഫിലിം. അദ്ദേഹം ഒരു ഫിലിം ഡിസൈഡ് ചെയ്തു, മേക്ക് ചെയ്യാൻ തീരുമാനിച്ചു. വാട്ട്സ് ദ നെയിം? ബേർഡ്സ്. ബേർഡ്സ് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനത്തെ ഒരു പടം എടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ആൽഫ്രഡ് ഹിച്ച്കോക്ക്. This man is Alfred Hitchcock. Okay. So ഇദ്ദേഹം ഒരു പടം എടുക്കാൻ തീരുമാനിച്ചു. ബേർഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ഇൻ ദ സ്റ്റോറി, ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് സ്റ്റാർട്ട് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. കഥയുടെ തീം ഇതാണ്. സ്റ്റോറിയിൽ ബേർഡ്സ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ് അറ്റാക്കിംഗ് ഹ്യൂമൻസ്. മനുഷ്യന്മാരെ ബേർഡ്സ് അറ്റാക്ക് ചെയ്യുന്നു. ഇതാണ് തീം. ഹിച്ച്കോക്ക് നീഡഡ് എ വെറൈറ്റി ഓഫ് ബേർഡ്സ്. ഇതിന് എല്ലാതരം പക്ഷികളും വേണം. വെറൈറ്റി ഓഫ് ബേർഡ്സ് വേണം. പക്ഷികളുടെ ഒരു വൈവിധ്യം തന്നെ വേണം. വെറൈറ്റി, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ്. ബട്ട് വാട്ട് വാസ് റിക്വയർഡ് ഇൻ ദ ലാർജസ്റ്റ് നമ്പർ വാസ് റേവൻസ്. വാട്ട് വാസ് റിക്വയർഡ് ഇൻ ലാർജസ്റ്റ് നമ്പർ? കൂടിയ അളവിൽ വേണ്ടത് എന്തായിരുന്നു? റേവൻസ് ആയിരുന്നു. നേരത്തെ കാണിച്ച തരം വലിയ കാക്കകൾ. സോ വാട്ട് ഡിഡ് ഹിച്ച്കോക്ക് ഡു? Notices were placed in the press all over the United States. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പ്രസ്സിൽ, പത്രങ്ങളിലെല്ലാം എന്ത് ചെയ്തു? നോട്ടീസസ് were placed. ധാരാളം നോട്ടീസുകൾ ഇട്ടു. ആസ്കിങ് പീപ്പിൾ ടു കോൺടാക്ട് ദ ഫിലിം മേക്കർ. എന്താണ് ആ നോട്ടീസിൽ പറഞ്ഞിരുന്നത്? പ്ലീസ് കോൺടാക്ട് ദ ഫിലിം മേക്കർ ഇഫ് ദ ന്യൂ. അവർക്കറിയുമെങ്കിൽ എന്ത്? ഹൗ ടു ഗെറ്റ് ഹോൾഡ് ഓഫ് ട്രെയിൻഡ് റേവൻസ്. എങ്ങനെ ഗെറ്റ് ഹോൾഡ് ചെയ്യണം, എങ്ങനെ കൈകാര്യം ചെയ്യണം? ആരെ? ട്രെയിൻഡ് റേവൻസിനെ.
അത് അവർക്കറിയാമെങ്കിൽ, ഇഫ് ദേ നോ ഹൗ ടു ട്രെയിൻ റേവൻസ് ഓർ ഇഫ് ദേ ഹാഡ് ട്രെയിൻഡ് റേവൻസ് ദേ ഹാഡ് ടു കോണ്ടാക്ട് ദ ഫിലിം മേക്കർ. ഇത് വെച്ചിട്ട് പത്രത്തിൽ എന്ത് ചെയ്തു? നോട്ടീസ് ഉണ്ടാക്കി. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു നോട്ടീസ് മേക്കിങ്ങിനെ കുറിച്ചുള്ള എങ്ങനെയായിരിക്കും ആ നോട്ടീസ് എന്നുള്ള ചോദ്യത്തിന് ഇവിടെ ധാരാളം സാധ്യതയുണ്ടെന്ന് മനസ്സിലായി അല്ലേ? ഓക്കെ, എന്ത് ചെയ്യുന്നിട്ട് റിസൾട്ട്? സം വൺ റിപ്ലൈഡ് വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. ഒരാൾ കുറച്ച് ദിവസങ്ങൾക്കകം റിപ്ലൈ കൊടുത്തു. ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേർഡ്സ്. അദ്ദേഹത്തോട് പറഞ്ഞു എന്താണ്? ടു ബ്രിങ് ഹിസ് റേവൻസ് ആയിട്ട് വരാൻ പറഞ്ഞു, കൊണ്ടുവരാൻ പറഞ്ഞു. ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ആൾമോസ്റ്റ് 100 ട്രെയിൻ റേവൻസ്. 100 കണക്കിന് ട്രെയിൻ റേവൻസുമായിട്ട് ഇയാൾ അറൈവ് ചെയ്തു, എത്തി. അഡ്മിറ്റഡ്ലി പറയണമല്ലോ, സി വി ഹാഡ് ടു അഡ്മിറ്റ് ചെയ്യണം, അഡ്മിറ്റ് ചെയ്തേ പറ്റൂ, അംഗീകരിക്കണമല്ലോ. ദ ട്രെയിനിങ് ഹാഡൻറ്റ് ഗോൺ വെരി ബാഡ്. ട്രെയിനിങ് ഒരിക്കലും വളരെ മോശമായിരുന്നില്ല, വളരെ മുന്തിയതെന്ന് പറയാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ട്രെയിൻ റേവൻസ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് മോശപ്പെട്ടതാണെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് ടു സേ they could not do anything that might be seen as extraordinary. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അറിയോ? സി, പറയേണ്ട കാര്യമുണ്ട്. they could not do anything. എന്തും ചെയ്യാൻ കഴിയില്ല അവയ്ക്ക്. എങ്ങനത്തത്? that might be seen as extraordinary. അസാധാരണമായിട്ടുള്ള എന്തും ചെയ്യാൻ അവയ്ക്ക് പറ്റില്ല. but if as many as 50 ravens are told to perch quietly in a row, പക്ഷേ ഇഫ് ആസ് മെനി ആസ് 50 റേവൻസ് ആർ ടോൾഡ്, ഒരു 50ഓളം റേവൻസിനോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ടു പേർച്ച് ക്വയറ്റ്ലി, സാവകാശം വന്ന് പെർച്ച് ചെയ്യാൻ, ചെന്നിരിക്കാൻ പറയുകയാണെങ്കിൽ പെർച്ച് ചെയ്യാം, ട്രീസിൻ്റെ ബ്രാഞ്ചസിലൊക്കെ വന്നിട്ട് പെർച്ച് ചെയ്യാം, ഒന്നിരിക്കാൻ പറയുകയാണെങ്കിൽ ഇൻ എ റോ, എന്താ ഒരു റോ ആയിട്ട് ഒരു നിരയായിട്ട് ഇരിക്കാൻ പറയുകയാണെങ്കിൽ ഓൺ എ സ്പെസിഫൈഡ് സ്പോട്ട്, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് സ്പെസിഫൈഡ് സ്പോട്ടിൽ ഇരിക്കാൻ പറയുകയാണെങ്കിൽ and if they obey this command instantly, അവ പൊടുന്നനെ ഈ കമാൻഡ് ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ isn't it that pretty impressive? അത് തന്നെ isn't that pretty impressive? അത് ഇംപ്രസീവ് അല്ലേ? അത് തന്നെ ഇംപ്രസീവ് അല്ലേ? കാരണം ആരോടും മെരുങ്ങാത്ത ഈ റേവൻസിനെയാണ് പ്രത്യേക സ്ഥലത്ത് ഒന്നിച്ച് വന്നിരിക്കണം എന്ന് പറയുന്നത്. എന്നിട്ട് അവ അത് ചെയ്യുകയാണെങ്കിൽ അത് ഇംപ്രസീവ് അല്ലേ എന്നാണ് ചോദ്യം. അത് തന്നെ ഇംപ്രസീവ് അല്ലേ? അത് തന്നെ വലിയ കാര്യമല്ലേ എന്നാണ്. ഓക്കെ, നീഡ്ലെസ് ടു സേ ഇൻ അവർ ഓൺ കൺട്രി, നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം നീഡ്ലെസ് ടു സേ പറയേണ്ട കാര്യമല്ല. എന്ത്? ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ ഈസി ടു ഫൈൻഡ് ട്രെയിൻഡ് ആനിമൽസ്. ട്രെയിൻഡ് ആനിമൽസിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ ഈസി അല്ല എന്ന് പറയേണ്ടതില്ലല്ലോ. Although some films have been made in Bombay and Madras that involved working with elephants, horses and tigers. എങ്ങനെയാണെങ്കിലും although നോക്കൂ, ട്രെയിൻഡ് ആനിമൽസിനുള്ള സിനിമകൾ കുറവായിരുന്നു എന്ന് പറയുകയാണെങ്കിലും although എന്നിരുന്നാലും some films have been made in Bombay and Madras. മദ്രാസിലും ബോംബെയിലൊക്കെ ചില ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. എങ്ങനത്തത്? ദാറ്റ് ഇൻവോൾവ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊണ്ടിട്ടുള്ള എന്താണ് ഇൻവോൾവ്മെൻറ്റ്? വർക്കിംഗ് വിത്ത് എലിഫൻറ്റ്സ്, ഹോഴ്സസ്, ടൈഗേഴ്സ്. ഈ 3 വിഭാഗം ആനിമൽസിനെ അതിൽ പെടുത്തിയിട്ട് അല്ലെങ്കിൽ ഇവിടെ സാന്നിധ്യം ഉണ്ടായിക്കൊണ്ടുള്ളതുണ്ട്. ദ പെർഫോമൻസ് ഡിഡ് സജസ്റ്റ് ദാറ്റ് ദേ വർ യൂസ്ഡ് ടു ഒബേയിങ് കമാൻഡ്സ്. ഇവയുടെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ എങ്ങനെയാവാ പെർഫോം ചെയ്തത്? ഡിഡ് സജസ്റ്റ്, എന്താ? ഇറ്റ് സജസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് ചിത്രം കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. ദീസ് ആനിമൽസ് വർ യൂസ്ഡ് ടു ഒബേയിങ് കമാൻഡ്സ്. സർക്കസിലൊക്കെ ഉള്ളത് പോലെ വെറുതെ കമാൻഡുകൾ ഒബേ ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. അത് അഭിനയിക്കുകയാണെന്ന് പറയാൻ വയ്യ അത്രയധികം. ഇൻ ബംഗാൾ ഇറ്റ് ഈസ് സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലെവർ ഡോഗ്സ്. ബംഗാളിലാണെങ്കിൽ സംടൈംസ് പോസിബിൾ ടു ഫൈൻഡ് ക്ലെവർ ഡോഗ്സ്, പർട്ടിക്കുലർലി പോലീസ് ഡോഗ്സ് വിച്ച് ആർ ക്വൈറ്റ് ഇൻ്റലിജൻറ്റ്. നമുക്ക് പോലീസ് നായ്ക്കളെ, അങ്ങനത്തത് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പോലീസ് നായ്ക്കളെ പ്രത്യേകിച്ചും ബംഗാളിലെ ചില ചിത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇഫ് വൺ ഈസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്, അല്പം ഒരു പേഷ്യൻ്റ് ആവുകയാണെങ്കിൽ, ക്ഷമയുള്ളതാണെങ്കിൽ, ഇറ്റ് ഈസ് നോട്ട് ഓൾടുഗദർ ഇമ്പോസിബിൾ, അസാധ്യമാണെന്ന് പറയുക വയ്യ.
നിങ്ങൾ ഇത്തിരി പേഷ്യൻ്റ് ആയിരിക്കണം. ഇഫ് യു ആർ എ ഡയറക്ടർ ഓർ ഫിലിം മേക്കർ, യു ഷുഡ് ബി ലിറ്റിൽ ബിറ്റ് പേഷ്യൻ്റ്. എന്തിന്? ടു ഗെറ്റ് ഗുഡ് പെർഫോമൻസസ് ഔട്ട് ഓഫ് ദം. അവയിൽ നിന്ന് നിങ്ങൾക്ക് നല്ല പെർഫോമൻസ് കിട്ടും. ആസ് ഉദാഹരണം പറയുകയാണെങ്കിൽ, വി മാനേജ് ടു ഡു, വി കുഡ് ഡു, ഞങ്ങൾക്ക് കഴിഞ്ഞ പോലെ അറിയാം, വിത്ത് ഭുലോ ഇൻ പതേർ പഞ്ചാലി. സത്യജിത് റായുടെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ബംഗാളി ചിത്രമാണ് പതേർ പഞ്ചാലി. അതിലുള്ള ഭുലോ എന്ന് വിളിക്കുന്നൊരു ഡോഗ് ഉണ്ട്. അതിനെ പരിശീലിപ്പിച്ചെടുത്തതുപോലെ അസാധ്യമല്ല. ഇറ്റ് ഈസ് നോട്ട് ആൾ ടുഗദർ ഇമ്പോസിബിൾ എന്ന് പറഞ്ഞാൽ അത് ആകെപ്പാടെ അസാധ്യമാണെന്ന് പറയുക വയ്യ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പോസിബിൾ. അപ്പോൾ നായ്ക്കളെയൊക്കെ ഭംഗിയായിട്ട് ക്ഷമയുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ അറ്റ് ദ 8th passage. ഇനി 2 പാസേജ് നമുക്ക് തീർക്കാനുണ്ട്. Yet a dog might be difficult, not impossible to handle. See, yet a dog might be difficult. ഒരു നായയെ അഭിനയിപ്പിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്, നോട്ട് ഇമ്പോസിബിൾ ടു ഹാൻഡിൽ. കൈകാര്യം ചെയ്യുക അസാധ്യമല്ല. അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പതേർ പഞ്ചാലിയിൽ ഫുല വെച്ച് കാണിച്ചിട്ടുണ്ട്. ലോകത്തെമ്പാടും ഉണ്ട്. What was one supposed to do if there was need for a tiger in a film? ഒരു ഫിലിമിൽ ടൈഗർ വേണം എന്ത് ചെയ്യും? We had to deal with this problem. ഞങ്ങൾക്ക് ഈ പ്രശ്നം ഡീൽ ചെയ്യേണ്ടി വന്നു. എപ്പോഴ്? When we were shooting ഗൂപി ഗൈൻ ബാഗ ബൈൻ. ഗൂപി ഗൈൻ ബാഗ ബൈൻ എന്നുള്ളത് സത്യജിത് റായുടെ മറ്റൊരു പടം. ഈ പടത്തിൻ്റെ സമയത്ത് വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം. അതെങ്ങനെ നോക്കാം? ഇൻ ദ ഫിലിം, ഈ ഫിലിമിൽ ഗൂപി ഹു ഈസ് ബാനിഷ്ഡ് ബൈ ദ കിങ്, രാജാവിനാൽ ബാനിഷ് ചെയ്യപ്പെട്ട, രാജ്യഭ്രഷ്ടനാക്കുക, ഭ്രഷ്ട് കൽപ്പിക്കപ്പെട്ട ഗൂപി വാണ്ടേഴ്സ്, അലഞ്ഞു തിരിയുന്നു. വാണ്ടേഴ്സ് എവിടെ? ഇൻ ദ ഫോറസ്റ്റ്. അങ്ങനെ അലഞ്ഞു തിരിയുന്ന ഗൂപി മീറ്റ്സ് ബാഗ. ബാഗ എന്ന് പറയുന്ന ആളെ കണ്ടുമുട്ടുന്നു. ഹു ഈസ് ഓൾസോ ബീൻ ബാനിഷ്ഡ്. അയാളും ബാനിഷ് ചെയ്യപ്പെട്ട ആളാണ്. അപ്പോൾ 2 പേരുണ്ട്. ബാനിഷ് ചെയ്യപ്പെട്ട 2 കഥാപാത്രങ്ങളാണ് ഗൂപി ആൻഡ് ബാഗ. ഇവർ വനത്തിൽ കണ്ടുമുട്ടുന്നു. ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. അവർ വനത്തിൽ വെച്ച് അൺഎക്സ്പെക്റ്റഡ്ലി ദേ മീറ്റ് വിത്ത് എ ടൈഗർ ആൻഡ് ഫ്രീസ്. ഫ്രീസ് ആവുന്നു. എന്താ ഫ്രീസ് ആവുക എന്ന് പറഞ്ഞാൽ? ഞെട്ടിത്തരിച്ച് നിന്ന് പോകുന്നു, അനങ്ങാൻ പറ്റാതെ നിന്ന് പോകുന്നു. But the tiger simply walks about in the forest. പക്ഷേ ടൈഗർ എന്ത് ചെയ്യുന്നു? The tiger simply walks about in the forest. അത് കാട്ടിലേക്ക് നടന്നു നീങ്ങുന്നു. Without paying them the slightest attention. ഒരു നേരിയ സ്ലൈറ്റസ്റ്റ് അറ്റൻഷൻ പോലും കൊടുക്കാതെ അതെന്ത് ചെയ്യുകയാണ്? അത് കാട്ടിലേക്ക് നടന്ന് നീങ്ങുന്നു. ഓക്കെ, ഇതാണ് ചിത്രം. ഹാവിങ് തോട്ട്സ് ഓഫ് ദ സീൻ. ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട്, ഈ രംഗം മനസ്സിൽ വെച്ച്, ഐ സിംപ്ലി ഹാഡ് ടു ഷൂട്ട് ഇറ്റ്. എനിക്ക് അങ്ങ് ഷൂട്ട് ചെയ്താൽ ഞാൻ മതി. ബട്ട് where were we going to find a tiger? എവിടുന്നാണ് ഞങ്ങൾ ഒരു ടൈഗറിനെ കണ്ടുമുട്ടാൻ പോകുന്നത്? അല്ലെങ്കിൽ എവിടുന്ന് കിട്ടും ഒരു ടൈഗറിനെ? The obvious thing to do was to look in a circus since they were likely to have trained animals. എവിടെ തിരയണം? The obvious thing. What was the clear thing? The obvious thing. വ്യക്തമായ കാര്യം എന്താണ്? Surely we'll get it from a circus company because they were likely to have ഇടയുണ്ട് to have trained animals. അവിടെയാണല്ലോ പരിശീലനം സിദ്ധിച്ച മൃഗങ്ങൾ ഉണ്ടാവുക. As a matter of fact, one called Bharat Circus was visiting Calcutta at that time. സത്യം പറഞ്ഞാൽ one circus company named Bharat Circus was visiting Calcutta at that time. ആ സമയത്ത് കൽക്കത്തയിൽ ഭാരത് സർക്കസ് സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ പെർഫോമൻസ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹോൾഡിംഗ് ഷോസ് ഇൻ മാർക്കസ് സ്ക്വയർ. അവിടുത്തെ മാർക്കസ് സ്ക്വയറിൽ അവർ ഷോ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. വി സെൻഡ് someone to make an appointment with its Tamil manager. ഞങ്ങൾ ഒരാളെ അയച്ചു. വി സെൻഡ് someone to make an appointment. ഒരു കൂടിക്കാഴ്ചയ്ക്ക് ആളെ അയച്ചു. അതിൻ്റെ മാനേജർ ഒരു തമിഴനാണ്, തമിഴ് മാനേജർ. ആൻഡ് ദെൻ went to meet him one morning. ഒരു ദിവസം രാവിലെ അയാളെ കാണാനായിട്ട് പോയി. സോ ദേ ഹാഡ് an appointment with the Tamil manager of the ഭാരത് സർക്കസ് കമ്പനി
that was performing in Marcus, Calcutta. He greeted this man, the manager greeted us warmly and ordered South Indian coffee for us. ഞങ്ങൾക്ക് ദക്ഷിണേന്ത്യൻ കോഫിയൊക്കെ തന്നു. ബംഗാളിലുള്ള ആളുകൾക്ക് അത് വലിയ പരിചയം ഉണ്ടാവില്ല. ഓക്കെ, ദ മാനേജർ ഹേർഡ് ദ റീസൺ ഫോർ അവർ വിസിറ്റ്. സന്ദർശന ഉദ്ദേശം അദ്ദേഹം മനസ്സിലാക്കി. ദെൻ സെൻഡ് ഫോർ, പിന്നെ അദ്ദേഹം ആളെ അയച്ച് വരുത്തിച്ചു. അറിയാണ് വൺ മിസ്റ്റർ Thorat. He turned out to be the ring master. അദ്ദേഹമാണ് the ring master of ഭാരത് സർക്കസ് കമ്പനി. He too was a South Indian. ഇനി നമുക്ക് മിസ്റ്റർ Thoratന്റെ ആകാരം എന്ന് പറഞ്ഞാൽ ഒരു അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഒക്കെ നോക്കാം. മിസ്റ്റർ Thorat, he turned out to be the ring master. He too was a South Indian, very well built, നല്ല ആരോഗ്യമുള്ള ഒരാളാണ്. വിത്ത് ഫീച്ചേഴ്സ്, എങ്ങനത്താണ് ഫീച്ചേഴ്സ്? അദ്ദേഹത്തിൻ്റെ ഫീച്ചർ എങ്ങനെയാണ്? സംവാട്ട് ലൈക്ക് ദോസ് ഓഫ് എ നേപ്പാളി. ഒരു നേപ്പാളിയെ കണ്ടാൽ എങ്ങനെ ഇരിക്കും അതുപോലത്തെ ഒരു ഫീച്ചറാണ്, സവിശേഷതയാണ്, അയാളുടെ രൂപഭാവങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ദാറ്റ് ഈസ് ഫീച്ചർ. ഹി വാസ് പെർഹാപ്സ് നോ മോർ ദാൻ 40. ഹി വാസ് ബിലോ 40. ഒരു പക്ഷേ പെർഹാപ്സ് 40-ൽ കൂടില്ല എന്ന് പറഞ്ഞാൽ ഹി വാസ് ബിലോ 40. He showed us an old scar on his forearm which had been caused by a tiger. സാധാരണ ഇങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ this man, Mr. Thorat, showed them an old scar. ഒരു ഊണ്ടിൻ്റെ ഒരു മുറിക്കല കാണിച്ചു കൊടുത്തു. എവിടെയാണ്? forearm, കൈത്തണ്ടയിൽ ഒരു മുറിക്കല കാണിച്ചു കൊടുത്തു. which had been caused by a tiger. ഇത് ആര് സമ്മാനിച്ചതാണ്? ഒരു ടൈഗർ സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, ഒറ്റ പാസേജോട് വായിച്ചിട്ട് ഈ ഭാഗം നമുക്ക് നിർത്താം. വലിയൊരു ലെസൺ ആയതുകൊണ്ടാണ് ഇത്രയും ഭാഗം ഒരുമിച്ചിട്ട് വായിക്കുന്നത്. 10 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, അതും ശ്രദ്ധിക്കാം. വി ടോൾഡ് ഹിം വാട്ട് വി വാണ്ടഡ്. ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു. വി മീൻസ് ആരൊക്കെയാണ്? സത്യജിത് റായ് ആൻഡ് ഹിസ് അസിസ്റ്റന്റ്. ടോൾഡ് ഹിം, ഹി മീൻസ് മിസ്റ്റർ Thorat, വാട്ട് വി വാണ്ടഡ്. ഞങ്ങൾക്ക് എന്താ ആവശ്യം ഞങ്ങൾ പറഞ്ഞു. ദ ഷൂട്ടിംഗ് വാസ് ടേക്കിംഗ് പ്ലേസ് നിയർ ഷൂരി ഇൻ ബേർബൂം എന്ന സ്ഥലത്ത്, ഷൂരി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ആൻഡ് വി വാണ്ടഡ് ടു ഷോ എ ടൈഗർ ഇൻ എ തിക്ക് ബാംബു ഗ്രോവ്. ഒരു വലിയ മുളങ്കൂട്ടത്തിൽ ഒരു ടൈഗറിനെ കാണിക്കണം. തിക്കായിട്ട് വളരുന്ന ബാംബു ഗ്രോവ്, എന്താ? മുളം കൂട്ടം. ഗ്രോവ് എന്ന് പറഞ്ഞാൽ തോപ്പ് എന്നർത്ഥം, ധാരാളമായിട്ട് വളരുന്ന സ്ഥലം. അവിടെ വെച്ചാണ് ഷൂട്ടിംഗ് നടക്കേണ്ടത്. ഓൾ ദ ആനിമൽ വാസ് റിക്വയർഡ് ടു ഡു, ഈ മൃഗം ആകെ ചെയ്യേണ്ടത് വാസ് കം ഔട്ട് ഓഫ് ദ ബാംബു ഗ്രോവ് ഇൻ എൻ ഓപ്പൺ സ്പേസ്. ബാംബു ഗ്രോവിൽ നിന്ന് ഒരു ഓപ്പൺ സ്പേസിലേക്ക് അത് വരണം. പേസ് ജെന്റ്ലി ഫോർ എ വൈൽ, ഇത്തിരി സമയം ജെന്റ്ലി അത് പേസ് ചെയ്യണം. വളരെ ഗാംഭീര്യത്തോടെ ജെന്റ്ലി, പതുക്കെ പേസ് ചെയ്യണം. പ്രത്യേക രീതിയിൽ നടക്കണം, പേസ് ചെയ്യുക. ബഹളം ഉണ്ടാക്കാതെ ഒരു ഗൗരവത്തോടെ അത് നടക്കണം. ലുക്ക് അറ്റ് ദ ക്യാമറ ഇഫ് പോസിബിൾ ആൻഡ് ദെൻ ഗോ ബാക്ക്. ക്യാമറ നോക്കണം, തിരിച്ചു പോകണം. ഇത്രയും വേണ്ട, കുറഞ്ഞ കാര്യങ്ങൾ അതിൽ ചെയ്യാനുള്ളൂ, ഒരുപാട് അഭിനയമൊന്നുമില്ല. ഇതുപോലും ബുദ്ധിമുട്ടായെന്നാണ് പറയുന്നത്. കുഡ് എ ടൈഗർ ഫ്രം ഭാരത് സർക്കസ് ഡു ദിസ് ജോബ്? ഭാരത് സർക്കസിലെ ഒരു ടൈഗറിന് ഇത് ചെയ്യാൻ കഴിയുമോ? മിസ്റ്റർ Thorat nodded. അദ്ദേഹം തലയാട്ടി. ഹൗ ലോങ് വിൽ യു നീഡ് ഇറ്റ് ഫോർ? ഹൗ ലോങ്, എത്ര സമയത്തേക്ക്, എത്ര നേരത്തേക്ക്? യു നീഡ് ഇറ്റ്, എത്ര നേരത്തേക്ക്? ഫോർ ഹൗ ലോങ് യു നീഡ് ഇറ്റ്, നിങ്ങൾക്ക് എത്ര സമയത്തേക്ക് അതിന് വേണം? ആസ് ദ മാനേജർ, അദ്ദേഹം ചോദിച്ചു. പെർഹാപ്സ് എ കപ്പിൾ ഓഫ് അവേഴ്സ് ഫോർ ദ ഷൂട്ടിംഗ്. ഒരു പക്ഷേ കപ്പിൾ ഓഫ് അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾ. കപ്പിൾ ഓഫ് അവേഴ്സ്, 1 or 2 or 3, കപ്പിൾ ഓഫ് അവേഴ്സ്, കുറഞ്ഞ മണിക്കൂറുകൾ. ഐ റിപ്ലൈഡ്. ആര് പറഞ്ഞു? സത്യജിത് റായ് പറഞ്ഞു. ബട്ട് ദാറ്റ് വുഡ് ബി ഇൻ അഡീഷൻ ടു ദ ടൈം ഇറ്റ് വിൽ ടേക്ക് ടു ട്രാവൽ ടു ആൻഡ് ഫ്രം ഷൂരി. ടു ആൻഡ് ഫ്രം, അത് ഒരു കാര്യം കൂടി ഉണ്ട്, എക്സ്ട്രാ ആയിട്ടുള്ളൊരു സമയം എടുക്കുന്നതാണ്. അത് ഷൂരിയിലേക്ക് വരികയും അവിടുന്ന് പോവുകയും വേണമല്ലോ.
അപ്പോൾ ആകെ സമയം കണക്ക് കൂട്ടുമ്പോൾ കുറച്ച് മണിക്കൂറുകളും പിന്നെ ഷ്യൂരി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരാനും പോകാനുള്ള സമയം കൂടെ കൂടുന്നു പറഞ്ഞു. On being told that the travel itself should take no more than 2 days. On being told, പറയപ്പെട്ടിട്ട് എന്ത്? Travel itself should take no more than 2 days. 2 ദിവസത്തിൽ കൂടുതൽ എടുക്കില്ല യാത്രയ്ക്കെന്ന് പറഞ്ഞിട്ട്, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ദ മാനേജർ അഗ്രീഡ്, അദ്ദേഹം എന്ത് ചെയ്തു? സമ്മതിച്ചു. To put the tiger in its cage, അതിനെ കൂട്ടിലിട്ടിട്ട് send it in a lorry, ലോറിയിലിട്ടിട്ട് കൊണ്ടുവരാനുള്ളൊരു തീരുമാനമായി. He invited us to take a look at the tiger. ഏതായാലും ആരാണ് ഈ കഥാപാത്രം ഒന്ന് കാണാലോ. So he invited us to take a look at the tiger. ടൈഗറിനെ ഒന്ന് കാണാൻ വേണ്ടി എന്ത് ചെയ്തു? ഞങ്ങളെ ക്ഷണിച്ചു. Do you think it's going to be easy to set the animal free in the bamboo grove? I couldn't help asking. Do you think it is going to be easy? നോക്കൂ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എളുപ്പമാണെന്ന്? To set the animal free, ഈ ആനിമലിനെ ഫ്രീ ആക്കി ഇടുക എന്നുള്ള എളുപ്പമാണോ? In the bamboo grove. ഇതിനെ മുളങ്കൂട്ടത്തിൽ എങ്ങനെയാണ് നിങ്ങൾ സ്വതന്ത്രമായിട്ട് വിടുക? അത് എളുപ്പമാണോ? I couldn't help asking. എനിക്ക് ചോദിക്കാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. I couldn't help asking. I couldn't help laughing എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിക്കാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. I couldn't help crying, എനിക്ക് കരയാണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ എന്തായാലും ചോദിച്ചല്ലേ പറ്റൂ. So I asked him. സത്യജിത്രായ അദ്ദേഹത്തോട് ചോദിച്ചു, Do you think it is going to be easy? ഈസി ആണോ എന്നാണ് ചോദിച്ചത്. To set the animal free. Set free, സ്വതന്ത്രമാക്കി വിടുക. കൂട്ടിൽ അടയ്ക്കുന്ന സാധനമാണിത്. ഇതിനെ സ്വതന്ത്രമാക്കി വിടാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു എന്നർത്ഥം. And let us see in the next video what happened then. പിന്നെ എന്ത് സംഭവിച്ചു നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ 10 പാസേജുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. 10 സൈഡ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറും തന്നിരിക്കുന്നു. എത്രയും ഭാഗം നോക്കിയിട്ട് അടുത്ത ദിവസം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം. Till then, goodbye.